മക്കളെ, ഓണപരീക്ഷയിൽ തോറ്റുപോകുന്നുള്ളൊരു പേടി നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ യെസ് സർ എന്ന് പറയാം. ഈ തോറ്റുപോകല്ല, ഉദ്ദേശിച്ച രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത്. ഓണം എക്സാം എന്താ പെട്ടെന്ന് അങ്ങോട്ട് തുടങ്ങാൻ പോവാണ്, ഉദ്ദേശിച്ച മാർക്ക് കിട്ടാനൊരു ചാൻസും കാണുന്നില്ലെങ്കിലും നിങ്ങൾ യെസ് സർ എന്ന് പറയാം. മക്കളെ, ഈ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേടി വരാനുള്ള ഏറ്റവും ഫസ്റ്റ് കാരണം എന്താ അറിയുമോ? ഈ ദിവസങ്ങളിൽ പ്രോപ്പറായിട്ട് ഓരോ ദിവസം എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് ഉള്ളൊരു പ്ലാൻ നിങ്ങളുടെ കയ്യിലില്ലാത്തതാണ് ആദ്യത്തെ പ്രശ്നം. ആ പ്ലാൻ കിട്ടിയാൽ പിന്നെ പകുതി പ്രശ്നം അവിടെ തന്നെ തീർന്നു, ആ ടെൻഷനും തീരും. എന്ന് മാത്രമല്ല, ബാക്കി പകുതിയോ എടോ ആ പ്ലാൻ പ്രകാരം നമ്മുടെ ലൈവുകളും വീഡിയോസും കാണാനുള്ള പ്ലാനേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾ വേറെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ അങ്ങോട്ട് ഫോളോ ചെയ്താൽ ബാക്കി 50% അവിടെ സെറ്റാണ്. അത് നിങ്ങൾ ഫോളോ ചെയ്ത് ആക്ച്വലി പഠിക്കുകയാണെങ്കിൽ ഞാൻ 100% ഗ്യാരണ്ടി ചെയ്തു നിങ്ങളുടെ ഓണപരീക്ഷയിൽ A ഗ്രേഡിൻ്റെ താഴെ ഒരു കാരണവശാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. പിന്നെ ആ പ്ലാൻ അങ്ങോട്ട് കേൾക്കല്ലേ? ഇവിടെ സിമ്പിൾ പ്ലാനാണ്, സംഭവം ഇത്രയേ ഉള്ളൂ. ഇന്ന് വലുതാ ഈ ലൈവ് ക്ലാസ്സും വീഡിയോസും നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം നടക്കും. ഓണം എക്സാമിന് മിനിമം A ഗ്രേഡ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സ്റ്റാർട്ടിങ് വിത്ത് ടുഡേ. ഇന്നാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഓൾറെഡി ചിലപ്പോൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. 7 മണിക്ക് മാത്സിന്റെ കംപ്ലീറ്റ് റിവിഷൻ ഉണ്ടാവുന്നതായിരിക്കും. മാത്സിലെ 4 ചാപ്റ്റേഴ്സിന്റെ ഫുൾ റിവിഷൻ നടക്കാൻ പോകുന്നത് ഇന്ന് 7 മണിക്കാണ്. സാർ മാത്സ് എന്നോ അല്ലേ പരീക്ഷ, എന്തിനാണ് നമ്മൾ കഷ്ടപ്പെട്ട് ഇപ്പോഴേ പഠിക്കുന്നത്? മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാത്സ് എന്നോ ആണ് പരീക്ഷ. പക്ഷെ പ്രശ്നം എന്താണ്? അവിടെ ഗ്യാപ്പില്ല. നമ്മുടെ ഹിന്ദി പരീക്ഷ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം നേരെ എന്താണ് അങ്ങോട്ട് മാത്സ് വരാൻ പോവാണ്. മാത്രമല്ല, ആ ഗ്യാപ്പുള്ള ദിവസങ്ങൾ എന്നാൽ പിന്നെ സാർ നമുക്ക് മാത്സ് മുഴുവൻ അങ്ങോട്ട് പഠിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അതും നടക്കില്ല. കാരണം എന്താണ്? മാത്സിനേഷൻ, സോഷ്യൽ സയൻസ് ഉണ്ട്, സോഷ്യലിസം, ബേസിക് സയൻസ് ഉണ്ട്, പിന്നെ മലയാളം ഉണ്ട്. മലയാളം പോട്ടെ, ബേസിക് സയൻസും സോഷ്യലും എല്ലാം കൂടെ അവിടെ വരുന്നുണ്ട്. ഈ മാത്സ് മാത്രം നമ്മളിവിടെ പോയി പഠിക്കാമെന്ന് പറഞ്ഞാൽ നടക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് മൺഡേ ഹിന്ദി ഉള്ളപ്പോൾ മാത്സിൻ്റെ ബേസിക്സ് എങ്കിലും നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇന്ന് തന്നെ പഠിച്ച് സെറ്റാക്കണം. പിന്നെ എക്സാമിൻ്റെ തലേന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഷുവർ ക്വസ്റ്റ്യൻ ലൈവ് ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും. അതൊക്കെ കൊള്ളാം, അടിപൊളി. പക്ഷേ അത് ആക്ച്വലി യൂസ്ഫുൾ ആവണമെങ്കിൽ നിങ്ങൾ ബേസിക്സ് ഇന്ന് തന്നെ സെറ്റാക്കിയേ പറ്റുള്ളൂ. അത് നമ്മൾ ഇന്ന് ചെയ്യും. ട്യൂസ്ഡേ നാളെ ഇംഗ്ലീഷിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഒബ്വിയസ്ലി ലാംഗ്വേജ് 1 ആണ് പരീക്ഷ. പക്ഷേ ഇംഗ്ലീഷിൻ്റെ തലേന്ന് ഇംഗ്ലീഷ് മാരത്തോണൊക്കെ ഉണ്ടാവും. പക്ഷേ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന് ചാപ്റ്റേഴ്സ് നിങ്ങൾ മനസ്സിലാക്കണം. അറ്റ്ലീസ്റ്റ് ചാപ്റ്ററിന് സമ്മർ എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ പോയംസ് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഡിസ്കോഴ്സ്, ഇഷ്ടംപോലെ ഡിസ്കോഴ്സ് ആണ് നിങ്ങൾക്ക് കിടപ്പുള്ളത്. ഓക്കെ, ഇമെയിൽ മുതൽ ഡയറി എൻട്രി, അങ്ങനെ കുറേ ലിസ്റ്റ് കിടപ്പുണ്ട്. പിന്നെ ഗ്രാമർ, ഇതെല്ലാം കൂടെ ഒരൊറ്റ ലൈവിൽ നിങ്ങൾ പഠിക്കാൻ നോക്കി ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാളെ മുതൽ ചാപ്റ്ററിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ലാംഗ്വേജ് എക്സാം കഴിഞ്ഞ് ആ ഉച്ച മുതൽ ഡിസ്കോഴ്സസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ലൈവിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാമർ പാർട്ടിലും ആയിരിക്കും എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നത്. അല്ലാണ്ട് ഒറ്റ ലൈവിൽ വന്ന് 2 മണിക്കൂറിൽ എല്ലാം പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, അതൊരു 1 മണിക്കൂറിലോ എല്ലാം പഠിക്കാൻ നോക്കി നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ ഇംഗ്ലീഷ് വീഡിയോസും കൂടെ ആയിരിക്കും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. പിന്നെ ലാംഗ്വേജ് എക്സാമിൻ്റെ തലേന്ന് എന്താണ്? ലാംഗ്വേജിൻ്റെ മാരത്തോൺ ലൈവ് ഉണ്ടാകുന്നതായിരിക്കും എന്നുള്ളവരും മനസ്സിലാക്കുക. ലാംഗ്വേജ് എക്സാം എഴുതുന്നു, ഇംഗ്ലീഷിൻ്റെ മാരത്തോൺ കൂടുതൽ ഗ്രാമർ ആയിരിക്കും ഉണ്ടാവും. ബാക്കി എല്ലാം വീഡിയോസിലൂടെ കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. ഇംഗ്ലീഷ് നമ്മൾ സെറ്റാക്കും. പിന്നെയുള്ളൊരു ഗ്യാപ്പാണ് ഫ്രൈഡേ ഈവനിങ് മുതൽ ഫ്രൈഡേ ഈവനിങ്, സാറ്റർഡേ, സൺഡേ സ്റ്റഡി ലീവാണ്. ഏറ്റവും വലിയ മിസ്റ്റേക്ക് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇവിടെ ഫുൾ ഉഴപ്പുക. ഫ്രൈഡേ മുതൽ അങ്ങോട്ട് റിലാക്സ് ചെയ്യുക, സാറ്റർഡേ ഉച്ചവരെ റിലാക്സ് ചെയ്യുക, വൈകുന്നേരം വല്ല പഠിക്കാൻ വിചാരിക്കുക. മണ്ടത്തരാണ്. കാരണം എന്താണ്? ഹിന്ദി, മാത്സ്, സോഷ്യൽ, ബേസിക് സയൻസ് വലിയ വലിയ പരീക്ഷകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷകൾ ബാക്ക് ടു ബാക്കാണ് വരാൻ പോകുന്നത്. ബുദ്ധിപരമായി പഠിച്ചില്ലേ പണി കിട്ടും. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്താണ്? എന്നാൽ ഹിന്ദി മാത്സ് മാത്രം പഠിക്കാം. അതും അതിനേക്കാളും വലിയ മണ്ടത്തരം. കാരണം പിന്നെ സോഷ്യലും ബേസിക് സയൻസും വരുന്നത് കുറേ പഠിക്കേണ്ട സാധനങ്ങളാണ്. അപ്പോൾ ഇവിടെ ബുദ്ധിപരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഫ്രൈഡേ മുതൽ നമ്മുടെ ഈ പ്ലാൻ ഫോളോ ചെയ്താൽ മതി. ബേസിക്കലി ഫ്രൈഡേ നമ്മൾ കെമിസ്ട്രി പഠിക്കണം. കെമിസ്ട്രിയുടെ ഫുൾ റിവിഷൻ ലൈവ് ഉണ്ടാകുന്നതായിരിക്കും. സാറ്റർഡേ ബയോളജി, വൈകുന്നേരം നിങ്ങൾ ബയോളജി ലൈവ് അറ്റൻഡ് ചെയ്യാം. സാർ ഫിസിക്സോ, ബേസിക് സയൻസിൽ ഫിസിക്സ് ഇല്ല, അത് ഓൾറെഡി എടുത്തു കഴിഞ്ഞു, കാണാത്തവർ കാണുക, അല്ലെങ്കിൽ ഈ ഗ്യാപ്പിൽ കാണാൻ വേണ്ടി നോക്കുക. രാവിലെയൊക്കെ സമയം ഉണ്ടാവില്ലേ? അപ്പോൾ ബേസിക് സയൻസ് അവിടെ സെറ്റ് ആക്കിയേ പറ്റുള്ളൂ. മാത്സ് നമ്മൾ ഓൾറെഡി ഇവിടെ പഠിച്ച് സെറ്റാക്കി, ജസ്റ്റ് റിവൈസ് ചെയ്താൽ മതിയാവും ഈ ദിവസങ്ങളിൽ. സൺഡേ എന്തായാലും ഹിന്ദിയാണ്. അപ്പോൾ വൈകുന്നേരം ഹിന്ദി മാരത്തോൺ ഉണ്ട്, രാവിലെയും കൂടുതൽ ഹിന്ദി പഠിക്കാൻ വേണ്ടി നോക്കുക. സോഷ്യൽ സയൻസും നിങ്ങൾ കുറച്ചപ്പോൾ റിവൈസ് ചെയ്യണം. സാർ സോഷ്യൽ സയൻസിൻ്റെ ലൈവ് ഉണ്ടാവുമോ? സോഷ്യൽ സയൻസിൻ്റെ ലൈവ് 2 ദിവസം മുമ്പ് മൊത്തം എടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ അത് അറ്റൻഡ് ചെയ്തവരാണ് അതിൻ്റെ നോട്ട്സ് വെച്ച് റിവൈസ് ചെയ്യുക. അത് അറ്റൻഡ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഫ്രൈഡേ വൈകുന്നേരം ഈ ലൈവ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നേ രാത്രി ഇരിക്കുക, അല്ലെ സാറ്റർഡേ രാവിലെ ഇരിക്കാമെന്ന് ഇഷ്ടംപോലെ സമയമുണ്ട്. ആ ലൈവ് അറ്റൻഡ് ചെയ്യുക, അത് ഓൾറെഡി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഈ ദിവസം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഓൾറെഡി നേരത്തെ ഫിസിക്സിൻ്റെ ലൈവും സോഷ്യൽ സയൻസിൽ ലൈവ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കഷ്ടപ്പാടൊന്നുമില്ല. നിങ്ങൾ ഈ ലൈവ് ഒന്ന് അറ്റൻഡ് ചെയ്യുക, ജസ്റ്റ് ആ നോട്ട്സ് ഉപയോഗിച്ച് റിവൈസ് ചെയ്യുക. ആ ഫിസിക്സും സോഷ്യൽ സയൻസും കാണാത്തവരാണ് അത് ഈ സമയത്ത് കണ്ടിരിക്കണം. കാരണം എക്സാമിൻ്റെ തലേന്ന് ഒരു ലിമിറ്റ് ഉണ്ട് പഠിക്കാൻ പറ്റുന്നത്. മനസ്സിലല്ലേ?
അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹിന്ദി മാരത്തോണും കൂടെ അറ്റൻഡ് ചെയ്ത് ഹിന്ദി പരീക്ഷ എഴുതുക. എക്സാമിൻ്റെ തലേന്ന് മാത്സിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ലൈവ് ഉണ്ടാവും. നേരത്തെ മാത്സ് പഠിച്ചുകൊണ്ട് അത് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് ഈസി ആയിട്ട് മാത്സിന് നമുക്ക് എന്ത് ചെയ്യാം, നല്ല മാർക്ക് A+ ഒക്കെ വാങ്ങാൻ പറ്റും. പിന്നെ സോഷ്യലിൻ്റെ നിങ്ങൾ നേരത്തെ ലൈവ് അറ്റൻഡ് ചെയ്ത് കാണേണ്ടവരായിരിക്കണം ആ സമയമാകുമ്പോഴത്തേക്കും. ഷുവർ ക്വസ്റ്റ്യൻ ലൈവും മതി. ബേസിക് സയൻസിന് ഷുവർ ക്വസ്റ്റ്യൻ ലൈവ് ഉണ്ടാവും. മലയാളത്തിന് ഒരൊറ്റ ലൈവൊക്കെ മതി. അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് കഷ്ടപ്പെടുന്ന ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഈ എക്സാം കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്നിട്ട് ധാരാളം സമയമുണ്ട്, അത് പഠിക്കാൻ എളുപ്പത്തിൽ പറ്റും. അപ്പോൾ ഈ രീതിയിലൊരു സിമ്പിൾ പ്ലാന് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ രീതിയിലൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. രാവിലെ അല്ലേ, സാറ്റർഡേ സൺഡേ ഒക്കെ രാവിലെയൊക്കെ പഠിക്കാൻ പറ്റും. അത് വെച്ചിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കുക. ഏകദേശം ഈ ഒരു രീതിയിൽ ലൈവൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം നിങ്ങൾ വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ ഓണം എക്സാമിന് ഞാൻ പറഞ്ഞത് മിനിമം A ഗ്രേഡ് ലെവലെങ്കിലും നമുക്ക് എത്താൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുമോ? എല്ലാവരും ചെയ്യണം. എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യണം, ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെൻറ്റ് കൂടി ഉണ്ട്. നമ്മുടെ എക്സാമിനറിൻ്റെ 8ാം ക്ലാസ്സിൽ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും നമ്മളൊരു ഫ്രീഡം ഓഫർ എന്ന് പറഞ്ഞൊരു ഓഫർ ഓഗസ്റ്റ് 15-ാം തീയതി വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതായത് എക്സാമിനറിൻ്റെ ശക്തി ബാച്ച് 8ാം ക്ലാസ് ശക്തി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടികൾക്ക് വെറും 2399 2400 രൂപയ്ക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബാച്ചിൽ പഠിക്കാവുന്നതാണ്. അറിയാലോ എന്തൊക്കെയാണ് ബാച്ചിൽ കിട്ടുകയെന്ന്? ടോപ്പിക് വൈസ് ക്ലാസ്സസ്, ഓരോ ചാപ്റ്ററിനെയും കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്തുകൊണ്ടുള്ള ടോപ്പിക് വൈസ് ക്ലാസ്സസ്. നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിൻ്റെയും ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറകിലുള്ള ലെറ്റേഴ്സ് സെക്ഷനിലെ വീഡിയോ സൊല്യൂഷൻ, ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ സൊല്യൂഷൻ കിട്ടും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഓണപരീക്ഷ, ക്രിസ്മസ് എക്സാം, പബ്ലിക് എക്സാം എല്ലാം ഇൻക്ലൂഡ് ആയിട്ട് ഓരോ ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻസിന് വീഡിയോ സൊല്യൂഷൻ കിട്ടും. ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റ്, എക്സാംസ് എല്ലാം ഉണ്ടാകുന്നതായിരിക്കും. സാർ ഇതൊക്കെ ഇപ്പോൾ കിട്ടിയിരുന്ന കാര്യം ഓണം എക്സാം തുടങ്ങാൻ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ അത് കഴിഞ്ഞ് വരില്ലേ, ക്രിസ്മസ് വരില്ലേ, പബ്ലിക് വരില്ലേ. പബ്ലിക്കിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടാകുന്ന വിചാരം? ഫസ്റ്റ് മുതലുള്ള മുഴുവൻ ചാപ്റ്റേഴ്സ് 10-15 ചാപ്റ്റേഴ്സ് മാത്സിലും ബേസിക് സയൻസിലും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലൊക്കെ വേറെ 7-8 ചാപ്റ്റേഴ്സ് ഇതാണ് ഉള്ളത്. അത് മൊത്തം പബ്ലിക്കിൽ ഈ എക്സാമിൻ്റെ തലേന്നുള്ള ഇതുപോലത്തെ സ്റ്റഡി പ്ലാൻ കൊണ്ടൊന്നും പഠിക്കാൻ പറ്റില്ല. അതിന് പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ യൂട്യൂബിൽ അതേ ടീച്ചേഴ്സ് ക്വാളിറ്റി സാധനം നമ്മുടെ ആപ്പിൽ തരുന്നതായിരിക്കും. വെറും 2400 എന്ന് പറഞ്ഞാൽ 2399 എന്ന് പറഞ്ഞാൽ ഈ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ ഇത്രയും കാര്യങ്ങൾ ഈ കുറവുള്ള ഫീസിൽ ഒരു വർഷത്തേക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരു കിട്ടൽ തന്നെയാണ്, കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അത് ഉപയോഗിക്കണമെങ്കിൽ ഈ ഓഫർ ഓഗസ്റ്റ് 15 വരെ ആയിരിക്കും ഉണ്ടാവുക. എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. താഴെ നമ്പർ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിവേ, നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഓണം എക്സാം തകർക്കാൻ പോവുകയാണ്. ഈ ഒരു പ്ലാനാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ പേടി റോങ് പ്ലാൻ ടിക്ക്. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് കാണാം.